ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഗ്യാസിന്റെ പ്രശ്നം വളരെ വ്യാപകമായിട്ടുണ്ട്. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്നതാണ്. ഇല്ല, ചായ ഇഞ്ചക്ഷൻ കുക്കറിലാണ് ചായ എടുക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ ചായ അതില് ചായ എടുക്കും. ചോറ് വെക്കുന്ന ബിരിയാണി വെക്കുന്ന അതെല്ലാം അടുപ്പിലാണ്. റഫീഖ് സി എന്ന് പറഞ്ഞ ആള് ആം ആദ്മി പാർട്ടിന്റെ കൽപ്പറ്റ മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. വോട്ടും ചോദിച്ച് നമ്മുടെ സൽക്കാരം റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാന് സ്കൂളിൽ വരിക. എവിടെ പഠിക്കുന്ന ഏത് സ്കൂളിലാണ്? ഇവിടെ അൻസാരിയിൽ തന്നെ. ഇവിടെ അൻസാരിയില് റഹീം ബ്ലോഗ്സ്. ഡിസ്കൗണ്ട് വയനാട്ടിലെ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഞാൻ ഒരു റിസോർട്ടിൻ്റെ ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ തിരിഞ്ഞു വന്ന് ഇപ്പോൾ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഈ കമ്പളക്കാട് സാധാരണ നമ്മളങ്ങനെ വരാത്തൊരു സ്ഥലമാണ്. ഒന്ന് പനമരത്തേക്ക് അപ്പുറത്തൂടെ പോകും, ഇല്ല ഇപ്പുറത്തൂടെ കൽപ്പറ്റ കോഴിക്കോട് റോട്ടിന് അങ്ങനെയും പോകും. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ടു മാനന്തവാടി യാത്ര ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. അല്ലാതെ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കാർക്കും ഈ കമ്പളക്കാട് വലിയൊരു പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഇത് അത്യാവശ്യം ചെറിയൊരു ടൗണാണ്. ഞാനിപ്പോൾ ടൗണ് പാസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി നമുക്ക് ഈ കമ്പളക്കാടൊന്ന് ജസ്റ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളെ മോൻ്റെ അനീസ്, ഞങ്ങൾ രണ്ടുപേരാണ് വന്നത്. നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നതൊക്കെ അവിടെ നമ്മൾ പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനീസിനെ കൂടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് നമ്മൾ വേറെ ചില പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതുവഴിക്ക് പോകാൻ വേണ്ടി വന്നപ്പോൾ അവസാനം കമ്പളക്കാട് എത്തി. അപ്പോൾ ഞാൻ കമ്പളക്കാട് ഇതുവരെ കാണാത്തൊരു സ്ഥലമായതുകൊണ്ട് കമ്പളക്കാടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ കാണുന്നപ്പം നിങ്ങൾക്കും കൂടെ കമ്പളക്കാടൊന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പളക്കാട് ടൗണ് കടന്ന് ഇപ്പുറത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ കമ്പളക്കാട് അങ്ങോട്ട് തന്നെ നടക്കുകയാണ്. എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. വണ്ടി നിർത്തിയത് തന്നെ ഒരു ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വന്ന് വണ്ടി മാറ്റാൻ പറയും. കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാം, എന്നിട്ട് അങ്ങോട്ട് താഴേക്ക് പോകാം. ഇതിന് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് കമ്പളക്കാട് ബസ് സ്റ്റാൻഡാണ്. ഇത് കമ്പളക്കാട് ബസ് സ്റ്റാൻഡാണ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ, കമ്പളക്കാട് ബസ് സ്റ്റാൻഡ്. പക്ഷേ ബസ് സ്റ്റാൻഡ് അങ്ങനെ ബസ്സൊന്നും കാര്യത്തിനകത്തേക്ക് കയറണമെന്നില്ലെന്ന് തോന്നുന്നു. ഒരു വെയിറ്റിംഗ് ഷെഡ് ഇവിടെ ചെറുതായിട്ടുണ്ട്. വേറെ ലോറിയും മറ്റേ പ്രൈവറ്റ് ടൂറിസ്റ്റ് ബസ്സൊക്കെ അവിടെ നിർത്തിയിട്ടുള്ളത്. അത് കൽപ്പറ്റ റൂട്ട്, കൽപ്പറ്റല്ല, മാനന്തവാടി റൂട്ടിലേക്കാണ് അവിടെ ഉള്ളത്. ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. നമുക്കിനി താഴേക്ക് പോയി നോക്കാം. ടൗണ് മുമ്പോട്ടാണ്. പിന്നെ കമ്പളക്കാട് എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പളക്കാട് എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു കാടായിരുന്നു അത്ര. കുറേ വർഷം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായിട്ടുള്ളൊരു കാടായിരുന്നു അത്ര. അത് സംരക്ഷിച്ചിരുന്ന ആളെ പേരാണ് അത്ര കമ്പലൻ എന്ന് പറഞ്ഞൊരു ദേവനാണ് അത്ര സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ ആളുടെ പേരാണ് അത്ര ഈ സ്ഥലത്തിന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ചെറിയ ടൗണൊക്കെയാണ്. ഇപ്പോൾ അവിടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കടകളൊക്കെ ഉണ്ട്, കൊല്ല മേഞ്ഞ കടകളൊക്കെ ഉണ്ട്. അത് ഹോട്ടലാണെന്ന് തോന്നുന്നു. അതും കൂടെ ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഇത് മുളയും കവുങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഷോപ്പ്. കവുങ്ങും മുളയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് എന്താണ് സൽക്കാരം റെസ്റ്റോറൻറ്റ്. സൽക്കാരം റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒരു ഷോപ്പാണ് കാണുന്നത്. സാധാരണ ഹോട്ടലാണ്. ബിരിയാണി, നെയ്ച്ചോറ്, വെറുംചോറ് ഒക്കെ കൊടുക്കുന്ന ചെറിയൊരു ഹോട്ടൽ. പക്ഷേ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്, കളറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. 2 വർഷത്തോളമായി എന്ന് പറഞ്ഞാൽ ഈ കട തുടങ്ങിയിട്ട്. നമ്മൾ ഹോട്ടലിൻ്റെ മാനേജറെ കാണാൻ വേണ്ടി പോവാണ്. എവിടാ മൂപ്പരോ? ആര് മൂപ്പര മാനേജർ? ഹോട്ടലിൻ്റെ മാനേജർ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കാണാം. കിച്ചണൊക്കെ ഇവിടെയാണ് കേട്ടോ ഉള്ള. ഓക്കെ, ഓൾറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യും, എല്ലാ വർക്കും ചെയ്യും. എന്റെ പേര് ഷുഹൈബ്. ഇത് നമ്മളെ താത്ത കേശിയർ മുതലാളി ആയിരിക്കും അല്ലേ? പോയിട്ടുള്ള പുറത്തു പോയിട്ടുള്ള ഇപ്പം. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഭക്ഷണത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റാണ്, ടൈമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഭക്ഷണം കഴിച്ചു വന്നാൽ നമ്മളൊന്നും കഴിക്കുന്നൊന്നുമില്ല. എന്നാലും കമ്പളക്കാടിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ പറ്റും. അൽഫാമുണ്ട്, മന്തിയുണ്ട്, പിന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, പിന്നെ പോത്തുംകാല് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. വെറൈറ്റി പോത്തുംകാല് വെറൈറ്റി അതാ കാണുന്നില്ല, ബോർഡ് കാണുന്നില്ല. പക്ഷെ ഇപ്പോ ഇല്ല. ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഗ്യാസിന്റെ പ്രശ്നം വളരെ വ്യാപകമായിട്ടുണ്ട്. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യുന്നതാണ്. ഇല്ല, ചായ ഇഞ്ചക്ഷൻ കുക്കറിലാണ് ചായ എടുക്കുന്നത്. ഇൻഡക്ഷൻ കുക്കർ ചായ അതില് ചായ എടുക്കും. ചോറ് വെക്കുന്ന ബിരിയാണി വെക്കുന്ന അതെല്ലാം അടുപ്പിലാണ്.
അടുപ്പില് വിറക് എത്തിച്ചാ വെക്കുന്നത്. വിറക് കത്തിച്ച് പല സ്ഥലങ്ങളിലും ഉണ്ട് ഗ്യാസിന്റെ പ്രശ്നം. അപ്പൊ അത് വലിയൊരു പ്രശ്നമായിട്ട് കത്തിക്കണം. കാരണം എന്ന് വെച്ചാല് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ തന്നെ ഇപ്പോ 10-15 കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. 10-15 കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട് ഇത് തുറക്കുന്നുണ്ട് മാത്രം. അപ്പൊ ഇത് അടച്ചു കഴിഞ്ഞാല് ആ 15 കുടുംബങ്ങളും പട്ടിണിയാവും. ആ 15 കുടുംബങ്ങളും പട്ടിണിയാവും. അപ്പൊ ഓരോ സ്ഥലത്തും ഓരോ ഹോട്ടലിലും 5-8 ആൾക്കാർ അല്ലെ 15 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ 15 കുടുംബം ജീവിക്കുന്ന ഈ ഹോട്ടലിനെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഓരോ നാട്ടിലും ഓരോ ഹോട്ടലും പൂട്ടിക്കഴിഞ്ഞാല് അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കുടുംബങ്ങൾ പട്ടിണിയാവും. മുതലാളിമാര് ശമ്പളം കൊടുക്കണമെങ്കിൽ അവർക്ക് പണി വേണം. അവരെ ഹോട്ടലിൽ കച്ചവടം നടക്കണം. അപ്പോൾ എല്ലാ സ്ഥലത്തും അതാണ് അവസ്ഥ. അപ്പൊ ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നം വ്യാപകമായിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഈ ബ്ലോഗ് കൊണ്ട് ഗ്യാസിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടണം. ഗ്യാസ് എല്ലാ മേഖലയിലും ഗ്യാസ് എത്തണം. ഗ്യാസിന്റെ വില കുറക്കണം. അതിനുവേണ്ട നടപടികള് അധികാരികള് അതിനുവേണ്ട നടപടികൾ എടുക്കണം. ഓക്കെ അത്ര കണക്ക് പറയാനുള്ളൂ. കാരണം ഗ്യാസിന്റെ പ്രശ്നം അല്ലാതെ അപ്പൊ ഞാൻ പോയിട്ട് ഗ്യാസ് വില അപ്പോൾ ഇവിടെ കമ്പക്കാടുന്ന് ഈ സ്കൂൾ റോഡുണ്ട്, UP സ്കൂൾ റോഡ്. ആ റോഡ് നേരെ പോകുന്ന കൊയിനങ്ങാട് അരിവാരത്തേക്കാണ്. അപ്പോൾ ഈ അരിവാരം റോഡ് എന്ന് വെച്ചാൽ വളരെ രൂക്ഷമായൊരവസ്ഥയാണ്. കുറച്ച് കാലങ്ങളായിട്ട് കുണ്ടും കുഴിയും. അപ്പോൾ ആടെ സാധാരണക്കാരായ ജനങ്ങൾ യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്നത് ഓട്ടോക്കാരെയാണ്. ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും വേറെ എവിടെ പോകണമെങ്കിലും ഓട്ടോ വിളിച്ചിട്ടാണ് പോകാറുള്ളത്. പക്ഷെ ഓട്ടോക്കാരൊന്നും അങ്ങോട്ട് വരുന്നില്ല. കാരണം റോഡിൻ്റെ മോശം കൊണ്ട് ഓട്ടോക്കാരൊക്കെ റോഡ് ഉപരോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം അവർ പറയുകയാണ് റോഡ് ഇങ്ങനെ കുണ്ടും കുഴി ആയിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടിൻ്റെ ടയർ മോശമാകും, ടയർ പണിയാവും, വണ്ടി പണിയാവും, നമ്മൾ ഓട്ടോ ഉപരോധിക്കുകയാണ് എന്ന് അവർ പറയുകയാണ്. അപ്പം നമ്മൾ പാവപ്പെട്ട സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ ഇവിടെ അന്നന്ന് ഹോട്ടലിൽ ജോലി ചെയ്ത് 500 ഉറുപ്പിൻ്റെ ജോലി ചെയ്ത് അന്നന്ന് ജീവിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് വണ്ടിയൊന്നുമില്ല. അപ്പോൾ സ്വന്തം വണ്ടിയുള്ള ആൾക്കാർക്ക് റോഡ് വേണ്ട. അതാണ് അവസ്ഥ. സ്വന്തം വണ്ടിയുള്ളവർക്ക് റോഡ് വേണ്ട. നീ വേണമെങ്കിൽ പോട്, എനിക്കെൻ്റെ വണ്ടിയുണ്ട്, എൻ്റെ വണ്ടിയിൽ ഞാൻ പോകും. നീ പോയിട്ടില്ലെങ്കിൽ പോയാലോ എനിക്കെന്താന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സ്വന്തം വണ്ടിയുള്ള ആൾക്കാർക്ക്. അപ്പം നമ്മൾ ആശ്രയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്കാരെ, ടാക്സി ഓടുന്ന ഓട്ടോക്കാരെ. അപ്പോൾ ഓട്ടോക്കാരങ്ങോട്ട് വരുന്നില്ല റോഡ് മോശം നോട്ട്. എന്ത് ചെയ്യാൻ? അത് പെട്ടെന്ന് അധികാരികൾ പെട്ടെന്ന് നടപടി എടുക്കണം. കാരണം ഞാനിവിടെ വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. ഇവിടെ കമ്പളക്കാട്, വയനാട് ജില്ലയിൽ കമ്പളക്കാട് അരിവാരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്ന റോഡാണ്. വളരെ മോശം, കുണ്ടും കുഴിയായിട്ടുള്ള. അപ്പോൾ പെട്ടെന്ന് തന്നെ അധികാരികൾ നടപടി എടുക്കണം. നടപടി എടുത്തില്ലെങ്കിൽ ഓട്ടോക്കാർ റോഡ് ഉപരോധിക്കും. അങ്ങനെ പാവപ്പെട്ട ജനങ്ങൾ വലയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. കാരണം ഹോസ്പിറ്റലിലും മറ്റുമൊക്കെ പോകണമെങ്കിൽ ഓട്ടോനെ ആശ്രയിക്കണം. അപ്പോൾ ഓട്ടോക്കാർ വന്നിട്ടില്ലെങ്കിൽ സംഗതി ആകെ വഷളാകും, ആകെ പ്രശ്നമാകും, ഉപരോധം നടക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ വേണ്ടപ്പെട്ട നടപടികൾ എടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന്റെ ഇടയിൽ നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ, പറഞ്ഞതല്ലോ പ്രശ്നങ്ങള്. അതിനിടെ ഇവിടെ ഇലക്ഷൻ സ്ക്വാഡ് വർക്ക് ഏതാണ് പാർട്ടി? ആം ആദ്മിയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഇതാണ് സ്ഥാനാർത്ഥി. പേര് നമ്മൾ ആം ആദ്മീൻ്റെ സ്ഥാനാർത്ഥിയാണ് ഇവിടെ കാണുന്നത്. ആം ആദ്മിൻ്റെ സ്ഥാനാർത്ഥി. ഒരു പേരെന്ത് ചെയ്തു? റഫീഖ് സി എന്ന് പറഞ്ഞ ആള് ആം ആദ്മി പാർട്ടിൻ്റെ പിന്നെ കൽപ്പറ്റ മണ്ഡലം സ്ഥാനാർത്ഥിയാണ്. വോട്ടും ചോദിച്ച് നമ്മുടെ സൽക്കാരം റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. ഏതായാലും ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്നും ഇങ്ങനെ നടന്നു കാണാം. ചൂല് ചിഹ്നത്തിന് വോട്ട് ചോദിക്കുന്നു. ഓക്കെ, കമ്പളക്കാട് ടൗൺ നേരെ മുമ്പോട്ടാണ്. ഒരുപാട് കടകളൊക്കെ ഉള്ള സ്ഥലമാണ്. കണ്ണാടി കടകൾ ഇവിടെയും നമ്മുടെ സുൽത്താൻ ബത്തേരിയിലൊക്കെ ഉള്ള പോലെ, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുള്ള പോലെ തന്നെ ഒരുപാട് പൂന്തൊട്ടിയൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് ബത്തേരി മാതൃകയിൽ ചെയ്തിട്ടാണ്. വയനാട്ടിലുള്ള എല്ലാ ടൗണുകളിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബത്തേരിയത്തെ പോലെ അത് കൃത്യമായിട്ട് പോകണ്ടോ എന്നുള്ളത് അറിയില്ല. ബത്തേരിയിൽ ഏകദേശം അവർ നല്ല മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഇവിടുത്തെ ജുമാ മസ്ജിദാണ് തോന്നുന്നത് ഈ കാണുന്നത്. അവിടെ കടകളിലൊക്കെ എല്ലാ സാധനങ്ങളുണ്ട്. അവിടെ കർഷകരൊക്കെ ഇഷ്ടം പോലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. അതായത് ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കമ്പളക്കാട് ഭാഗത്തുള്ള വീടുകളൊക്കെ കൂടുതൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ പള്ളി ഇത് ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടുന്ന് റോഡ് തിരിഞ്ഞ് പോകുന്നുണ്ട്. പടിഞ്ഞാറത്തറ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. ഒരു ബസ് ബോർഡിട്ട് പോയെന്ന് പടിഞ്ഞാറത്തറ എന്ന് ബോർഡിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു. കടകളൊക്കെ ഉണ്ടല്ലേ, നല്ല കച്ചവടമൊക്കെ ഉള്ള സ്ഥലമാണ് റോഡൊക്കെ. ചെറിയൊരു ടൗണുള്ളൂ കേട്ടോ. അതായത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടൗൺ അവസാനിക്കും. അങ്ങനെ കാര്യമായിട്ട് വലിയ ബസ് സ്റ്റാൻഡോ അങ്ങനെയൊന്നുമില്ല. പോകുന്ന ബസ്സൊക്കെ റോഡ് തന്നെ നിർത്തിയിട്ട് ആളെ കയറ്റി ഇറക്കി പോകുന്നൊരു രീതിയാണ്. അവിടെ ചെറിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ വീടിൻ്റെ തുടക്കത്തിൽ കണ്ട. പക്ഷേ അങ്ങോട്ട് അങ്ങനെ ബസ്സൊന്നും അകത്തേക്കൊന്നും കയറുന്നൊന്നും കണ്ടില്ല. എല്ലാം റോട്ടിലങ്ങനെ നിൽക്കുന്നു, പോകുന്നു. മാനന്തവാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്, കൽപ്പറ്റ മാനന്തവാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന കൂടുതൽ ബസ്, വയനാട് വഴി കണ്ണൂർ പോകുന്ന ബസ്സുകളൊക്കെ കൂടുതലായിട്ടും പാസ് ചെയ്ത് പോകുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഈ കമ്പളക്കാട് എന്ന് പറയുന്ന സ്ഥലം. ആൾക്കാർ ഇവിടെ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കുന്നു, കണ്ടില്ലേ? ബസ് വന്നാൽ കയറി പോവാം. കുറുമ്പാലക്കോട്ട എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ളത്. അത് ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ കൂടുതലോ അങ്ങാണ്ടുണ്ട് അതിൻ്റെ ഡിസ്റ്റൻസ്. പക്ഷേ അവിടെ രാവിലെ സമയത്താണ് കൂടുതൽ വൈബ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അവിടെ സൺറൈസാണ്, സൺസെറ്റ് കൂടുതലായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. സൺറൈസ് കാണണമെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അത് രാവിലെ നല്ല മേഘത്തിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞേക്കാം. നെയിം പ്ലീസ്. അർഷ മുഹമ്മദ്. ഇർഷാദ് മുഹമ്മദോ? അർഷ മുഹമ്മദ്. അർഷ മുഹമ്മദ്. എവിടുന്ന് വരുന്നേ? ഞാൻ നമ്മളെക്കാട് സ്കൂളിൽ വിട്ടുവന്നേ. സ്കൂളിൽ വരിക? എവിടെ പഠിക്കണേ? ഏത് സ്കൂളിലാണ്? ഇവിടെ അൻസാരിയിൽ തന്നെ. ഇവിടെ അൻസാരിയിൽ. എത്ര ക്ലാസ്? 6ാം ക്ലാസ്. വീട് കമ്പളക്കാട് സ്കൂൾ റോഡിൽ. നടന്നാ പോകുന്നത്? ആ. ഓക്കെ. ഒറ്റയ്ക്കേ ഉള്ളൂ? ആ. കമ്പളക്കാടിൽ എന്താ പ്രത്യേകിച്ച് കാണാൻ എന്താണുള്ളത്? പുറത്തുനിന്ന് ആരെങ്കിലൊക്കെ വന്നാൽ എന്താണ് കൊണ്ട് കാണിച്ചു കൊടുക്കുക കമ്പളക്കാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ കാണാനുള്ളതെന്ന്? അങ്ങനെ നടന്ന് നമ്മൾ കമ്പളക്കാട് ഈസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാണ്. ഉണ്ടല്ലേ ഇവിടെ ബോട്ടിൽസൊക്കെ, പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വന്ന് അവർ കളക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ, അതില്ലാന്നൊന്നും പറയാനില്ല. ഇവിടെ എന്തൊക്കെ സംബന്ധപ്പെട്ട അധികാരികളൊക്കെ ഈ ടൗണ് പരിപാലനത്തിന് നല്ല വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കാരണം എവിടെയും അങ്ങനെ മാലിന്യങ്ങളൊന്നും കാണുന്നില്ല. പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ വാങ്ങി ശേഖരിച്ച് അവരൊരു പെട്ടിക്കകത്ത് ഇട്ട് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രമം നടക്കുന്നുണ്ട്. അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് നമുക്കൊന്നും കാണാണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു ബെൻഡിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്. അതോടുകൂടി കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം അവസാനിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകണ്ട, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എല്ലാ ഭാഗത്തും എല്ലാ കടകളും ഉണ്ട് ഇവിടെ. ഹാർഡ്വെയർ ഷോപ്പുകൾ, പിന്നെ കാർഷിക വിഭവങ്ങളൊക്കെ വെക്കുന്ന സ്ഥലങ്ങൾ ഒക്കെ വരുന്നുണ്ട്. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ മറക്കരുത് കേട്ടോ. കൂടെ വന്ന ആളെ തിരഞ്ഞാൽ ഞാൻ പോണത്, ആളെ കാണാനല്ല. ഞാൻ റോഡിൻ്റെ ഇങ്ങേ സൈഡ് കൂടെ നടക്കാൻ തീരുമാനിച്ചു. ഓക്കെ, കമ്പളക്കാടെന്ന് കണ്ട് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം ആണ്. ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുന്നത്. ഇവിടെ ഒരു ബോർഡുണ്ട്, ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് പള്ളിക്കുന്ന്. ഓക്കെ, ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷാണല്ലോ. ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷാണല്ലോ.
വിലക്കുറവുണ്ടോ? വിലക്കുറവുണ്ടോ? ഒരു സാധാ സാധാ വില തന്നെ. ആപ്പിളിന് എന്താ കിലോ വില? ആപ്പിൾ ഇറങ്ങിയില്ല. ആപ്പിളില്ലേ? വേറെ മാതുളം ഒക്കെ എന്താ റേറ്റ്? കമ്പളക്കാട് ഭയങ്കര വിലക്കുറവുണ്ടെന്നാണ് ഒന്ന് ചോദിക്കുന്നത്. വിലക്കുറവുണ്ടോ? സാധാരണ ഡിസ്കൗണ്ട് ഉണ്ടോ? കൂടുതൽ വാങ്ങിച്ചാല് ഡിസ്കൗണ്ട് ഉണ്ടോ? നമ്മള് കുറച്ച് തരും. നിങ്ങളെ ഷോപ്പാ? ഉപ്പാൻ്റെ ഷോപ്പാ? ഓൺലി ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ചുമ്മാ ചോദിച്ചോട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ മുന്നോട്ട് ഇതാ പോണ ആള്. അപ്പോൾ നല്ല ഫ്രൂട്ട്സ് കച്ചവടം നല്ല കാര്യമായിട്ട് നടക്കേണ്ടതെന്ന് തോന്നുന്നു. നല്ല കടയിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഉണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ. ഇവരുണ്ട് തിരിഞ്ഞു നോക്കി പോകുന്നാരാ? കുട്ടികൾ നമ്മളെ തിരിഞ്ഞു നോക്കി പോവാണ്. അവരെ സ്കൂളിൽ പോവാണ് അത്രേ. അപ്പോൾ സ്കൂള് ഇന്നത്തോടു കൂടി അവസാനിച്ചു. ഇന്ന് ലാസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു പൊളിക്കാനുള്ള മൂഡിൽ അവരിങ്ങനെ പോവാണ് വീട്ടിലേക്ക്. കമ്പളക്കാട് എന്ന് പറഞ്ഞ സ്ഥലം, ആ ടൗണ് താഴെ മുതൽ മേലെ വരെ ജസ്റ്റ് ഒന്ന് നടന്നു. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ആ എൻ്റെ ചെന്നപ്പോൾ ഇവരൊക്കെ എനിക്ക് കിട്ടി. ഇവർ സ്കൂൾ പൂട്ടിയിട്ട് തിരിച്ചു വരുമായിരുന്നു. സ്കൂൾ പൂട്ടി എക്സാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലേക്ക് വീട്ടിൽ മടങ്ങുന്ന സമയത്ത് നമ്മളെ കണ്ടു. നമ്മളപ്പോൾ ഞാൻ അവിടുന്ന് ഇതുവരെ നടന്നു വരും കൂടുണ്ട്. ഇവർ വഴിക്കാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവരെ കിട്ടിയപ്പോൾ ഞാൻ ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കമ്പളക്കാടിൻ്റെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഒരു ബായ് പറഞ്ഞ എല്ലാവരും ഒരു എനർജി ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എനർജിയോട് കൂടി നമ്മൾ ഇവിടുന്ന് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.